പരിശുദ്ധ പരമപിതാവായ ദൈവത്തിന് ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് അവിടുത്തെ മഹാസംഗീത വിരുന്നായ ഹോളി ബീറ്റ്സിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. Come, let's sing and praise the Lord with a lot of songs and happiness together. പുറമേന്ന് ആൾക്കാർ നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ലൈഫിൽ ഭയങ്കര സക്സസ് ആയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. പക്ഷേ നമ്മൾക്ക് മാത്രം അറിയുന്ന ചില വിഷമങ്ങൾ ആരോടും ഷെയർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ ഉള്ളിലുണ്ടാവും. അങ്ങനത്തെ അവസരങ്ങളിൽ നമുക്കിതൊക്കെ ഒന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാറുണ്ടല്ലേ? ഇവിടെ പലപ്പോഴും നമ്മൾ ദൈവത്തെ മറന്നു പോവാണ്. നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുള്ളപ്പോൾ അവിടുന്ന് എന്തായാലും നമ്മളെ സഹായത്തിനായിട്ട് വരും എന്നുള്ളൊരു വിശ്വാസമാണ് ആദ്യം നമുക്ക് വേണ്ടത്. അത്തരത്തിലുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ആദ്യത്തെ ഗാനം. ഈ ഗാനം ആലപിക്കുന്നത് അലോനയാണ്. ഒത്തിരി സ്നേഹത്തോടെ മോളെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഹലോ, വെൽക്കം. ഹായ്, മോൾ എവിടുന്നാ വരുന്നേ? ഞാൻ ചേർത്തലിൽ നിന്നാ വരുന്നത്. ഓക്കെ, അപ്പൊ നല്ല ദൂരമില്ലായിരുന്നു, അടുത്തോ? ഇല്ല, കുഴപ്പമില്ലായിരുന്നു. കുഴപ്പമില്ല അല്ലേ? ശാലോമിൽ ആദ്യമായിട്ടാണോ? ഇല്ല, ഇതിനു മുൻപ് പാടിയിട്ടുണ്ട്. ഓക്കെ, ഇന്ന് ഏത് പാട്ടാ പാടുന്നത്? ഇന്ന് നാഥ നാഥ നീ വരണമെന്നുള്ള പാട്ട്. കൂടെ ആരാ വന്നേ? അച്ഛനമ്മയൊക്കെ വന്നിട്ടുണ്ടോ? ഇല്ല, ഒറ്റയ്ക്കാ വന്നേ. ഓക്കെ, അപ്പൊ എന്നാ നമുക്ക് പാട്ടിലേക്ക് കടന്നാലോ? ഓക്കെ.
നമുക്ക് ആരെങ്കിലും ഒരാൾ ഒരു ചെറിയ സഹായിക്കോട്ടെ, ഒരു വലിയ സഹായിക്കോട്ടെ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ അവരോട് തിരിച്ചൊരു താങ്ക്സോ ഒന്നും പറയാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും ഓക്കെ ഇത് ഇവരുടെ ഉത്തരവാദിത്വമാണ് നമുക്ക് ചെയ്തു തരാനുള്ളത്, അല്ലെങ്കിൽ ഞാനൊരു അവസരം വന്നപ്പോൾ അവരെ സഹായിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ. പക്ഷെ എന്ത് ചെറിയ കാര്യമാണെങ്കിലും അതിൽ ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പരസ്പരം നന്ദി പറയാന്നുള്ളത് വളരെ ദൈവികമായ ഒരു കാര്യമാണ്. അത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു മനോഹരമായ ഗാനമാണ് അടുത്തത്. അപ്പോൾ ആ ഗാനം ആലപിക്കുന്നത് നേഹയും ഡിലനും ചേർന്നിട്ടാണ്. അപ്പോൾ നേഹ ഇവിടെ വന്നിട്ടുണ്ട്. സോ നേഹനെ ഒത്തിരി സ്നേഹത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഹായ് നേഹ, വെൽക്കം. മോൾ എവിടുന്നാ വരുന്നത്? ഞാൻ കോട്ടയം. ഓക്കെ, അപ്പോൾ ഡുവറ്റ് പെർഫോമൻസ് അല്ലേ? അപ്പം ഡിലന്റെ കൂടെ ആണല്ലേ പാടുന്നത്? നന്നായിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ മോളിപ്പോ എന്താ ചെയ്യുന്നത്? പ്ലസ് ടു കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. പ്ലസ് ടു കഴിഞ്ഞിട്ടാണ്. അപ്പൊ ഇനി എന്താ ഒരു ഫ്യൂച്ചർ പ്ലാൻ? ഇപ്പം നഴ്സിംഗ് ആണ് നോക്കുന്നത്. അടിപൊളി. അപ്പൊ നേഴ്സ് ആവാനാണ് ആഗ്രഹം അല്ലേ? ഓക്കെ, അപ്പൊ എന്നാ നമുക്ക് പാട്ടിലേക്ക് കടന്നാലോ? ഓക്കെ. സ്നേഹമോർക്കുമ്പോൾ കൺകൾ നിറയുമെന്റെ പ്രിയനേ, നന്ദിയല്ലാതൊന്നുമില്ലപ്പാ എന്റെ നാവാൽ ചൊല്ലിടുവാനാ, സ്തോത്രമല്ലാതൊന്നും
ചൊല്ലിടുവാനായി. എണ്ണമില്ല നന്മകളിന്നിൽ ചൊരിയും വന്ദയെ ഓർക്കുമ്പോൾ നന്ദിയല്ലാതൊന്നുമില്ലപ്പാ എന്റെ നാവാൽ ചൊല്ലിടുവാനായി. സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ എന്റെ നാവാൽ ചൊല്ലിടുവാനായി. എണ്ണമില്ല നന്മകളിന്നിൽ ചൊരിയും വന്ദയായി ഓർക്കുമ്പോൾ നന്ദിയല്ലാതൊന്നുമില്ലപ്പാ എന്റെ നാവാൽ ചൊല്ലിടുവാനായി. സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ എന്റെ നാവാൽ ചൊല്ലിടുവാനായി. നിത്യസ്നേഹമോർക്കുമ്പോൾ വൻകൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോൾ വൻത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. യേശുവേ റീസെൻ്റ്ലി ദർ വാസ് എ സർവേ. സക്സസ് ആയിട്ടുള്ള ആൾക്കാർ എന്തുകൊണ്ടാണ് അവരുടെ ആ ഒരു സക്സസ്സിനെ ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കാതെ അവർ ഭയങ്കര സട്ടിലായിട്ട് ഭയങ്കര നോർമലായിട്ട് ജീവിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നൊരു ഉത്തരവുണ്ട്, ഐ കാൺ ഡു എനിത്തിങ് ബൈ മൈസെൽഫ്. എല്ലാം ഞാൻ ദൈവത്തിൻ്റെ കൂടെ ചെയ്തപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് ഇത്ര മനോഹരമായി കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ വളരെ സിമ്പിളായിട്ട് ജീവിക്കുന്നതെന്നുള്ളത്. നമ്മൾ മനുഷ്യർ വളരെ നിസ്സാരരാണ്. പക്ഷെ നമ്മളെപ്പോഴും വിചാരിക്കുക എല്ലാ കാര്യങ്ങളും നമുക്ക് സാധിച്ചത് നമ്മുടെ മാത്രം എഫേർട്ട് കൊണ്ടാണെന്നാണ്. പക്ഷെ നമ്മളെപ്പോഴും ദൈവത്തിനോട് കൂടെ ചേർന്ന് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ മറ്റുള്ളവരെ കഷ്ടപ്പെടുത്താതെ നമ്മുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കുമ്പോൾ അതിന് കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി ഉണ്ടല്ലോ, അത് വളരെ വലുതാണ്. അതുപോലെ ഒരു ചെറിയ പൂ പോലെ നമുക്ക് നമ്മളെ തന്നെ ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് ദൈവത്തിനോട് കൂടി ചേർന്ന് നമ്മുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കാം. ഇത്തരത്തിലുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് അടുത്ത ഗാനം. ഈ മനോഹരമായ ഗാനം ആലപിക്കാൻ ഐശ്വര്യനെ ഒത്തിരി സ്നേഹത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഹായ് ഐശ്വര്യ, വെൽക്കം. ശാലോമിൽ ആദ്യമായിട്ടാണോ? അത് ആദ്യമായിട്ടാണ്. എവിടുന്നാ വരുന്നത്? ഞാൻ ഇരിഞ്ഞാലക്കുടയിലെ കരാഞ്ചിറ ഇടവകയിൽ നിന്നാണ് വരുന്നത്. അപ്പം ഏത് പാട്ടാ പാടുന്നത്? വേഗം വരണമെന്ന് പറഞ്ഞ പാട്ടാണ് പാടുന്നത്. ഈ പാട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ലൈൻ ഏതാന്ന് ഞാൻ ചോദിച്ചാൽ ഏത് പറയും? ഞാൻ എന്നെ നൽകുന്നു പൂവിതൾ പോലെ. ഓക്കെ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈനാണ് അല്ലേ? അപ്പം എന്നാൽ നമുക്ക് പാട്ടിലേക്ക് പോയാലോ? ഓക്കെ. വേഗം വരേണമേ നാദാ വരേണമേ ഞാൻ എന്നെ
അടുത്തതായി ഒരു മനോഹരമായ ഗ്രൂപ്പ് സോങ് ആണ്. ഇവിടെ ഞങ്ങൾ എല്ലാവരും ചേർന്ന് ദൈവത്തെ പാടി സ്തുതിച്ച് ആരാധിക്കാൻ പോവുകയാണ്. ദൈവത്തെ പാടി സ്തുതിക്കുമ്പോൾ നമ്മൾ അനുഭവപ്പെടുന്ന ഒരു പ്രത്യേകതരം എനർജി ഉണ്ട്. ആ എനർജി ഞങ്ങളിലൂടെ നിങ്ങളിലേക്കും എത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഈ പാട്ടിനോടൊപ്പം ചേർന്ന് ദൈവത്തെ ആരാധിക്കാം. ദൈവത്തിൻ്റെ മുമ്പിൽ
നമ്മൾ നമ്മളെ തന്നെ എപ്പോഴും സമർപ്പിക്കണമെന്നും ചെറിയ കാര്യങ്ങൾക്ക് പോലും എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണമെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് സാറ്റർഡേ വീണ്ടും കാണാം. Till then, everyone, please be happy. Bye.